ധന്യമാകണം. നിന്റെ രാജ്യം വരേണമേ, ഭൂമി നിന്റെ രൂപിതം മാറണം. അന്നേക്കുള്ള അപ്പം ഞങ്ങൾക്ക് ഇന്നുമെന്നും തരേണമേ. ഘോരമായ പരീക്ഷണങ്ങളിൽ വീഴാതെ ഞങ്ങളെ കാക്കണേ. സഭയുടെ അഭിമാനമായ വടവുകോട് രാജശ്രീ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും MGOSISM അസോസിയേറ്റ് സെക്രട്ടറിയുമായ ശ്രീമതി സിമി റോയി സൂസനെ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ കാതോലിക്ക ബാവ തിരുമനസ്, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠരെ, ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. കാലങ്ങൾക്ക് അതീതനായി ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് MGOCSന്റെ സ്ഥാപക ദിനത്തിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളട്ടെ. ഈ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അഭിമന്യ സക്കറിയ മാർ തെയോഫിലോസ് മെത്രാപ്പോലിത്ത, ഓരോ പുഷ്പവും ഈ ലോകത്തേക്ക് വിരിയുമ്പോൾ കൊഴിഞ്ഞുപോയ ഇന്നലകളും വരുവാനിരിക്കുന്ന നാളുകളുമല്ല, വിരിയുന്ന ഇന്നുകളാണ് പ്രധാനമെന്നും വിരിയുന്ന ഇന്നുകളിൽ ആ പുഷ്പം ആരോടൊപ്പം എവിടെയായിരിക്കണമെന്ന് ഉടയതമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവനിയോഗത്താൽ ഇന്ന് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാകുവാൻ ദൈവം അനുവദിച്ച അഭിമന്യ പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് സക്കറിയ മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം പ്രഭാപൂരിതമാക്കാനായി ഇന്ന് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്നത് പൗരസ്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തവുമായിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുണ്ട്. തീർച്ചയായിട്ടും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സഭയെ സധൈര്യം മുന്നോട്ട് നയിക്കുവാൻ നമ്മോടൊപ്പമുള്ള അഭിമന്യ ബാവ തിരുമനസ്സിനെ ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന് മുഖ്യ സന്ദേശം നൽകുവാൻ എത്തിയിരിക്കുന്നത് ശ്രീ ബെന്നി ബെന്യാമീൻ അവറുകളാണ്. ധാരാളം എഴുത്തുകൾ കൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥിരചലനം തുടർചലനം സൃഷ്ടിച്ച എഴുത്തുകാരൻ, ആടുജീവിതം എന്ന ഒറ്റ കഥ കൊണ്ട് യുവജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിയ എഴുത്തുകാരൻ, പട്ടത്തുവിള കരുണാകരൻ ട്രസ്റ്റ് തെരഞ്ഞെടുത്ത കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ, പ്രവാസി ലോകത്തു നിന്നും അനവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ സാഹിത്യകാരൻ. അദ്ദേഹത്തിന് വിശേഷണങ്ങൾ ഒരുപാട്. ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് നമുക്ക് കാതോർക്കാം. ഒപ്പം ഈ സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ സ്നേഹാദരമായി സ്വാഗതം ചെയ്യുന്നു.
MGOCSM പ്രസ്ഥാനത്തിന് ചൂട് നൽകി അതിനെ ബൗദ്ധിക മികവാർന്ന ഒരു തലമുറയെ ആത്മീയ പരിവർത്തനത്തിലൂടെ നന്മയുടെ സന്ദേശത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ബഹുമാന്യായ ജനറൽ സെക്രട്ടറി, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിരിക്കുന്ന വർഗീസ് അച്ഛൻ, അച്ഛനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MGOCSന്റെ സീനിയർ പ്രസിഡന്റ് ബഹുമാന്യായ ജോൺ മാത്യു സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MGOCSM ട്രഷറർ ശ്രീ ഐസക് ബി എബ്രഹാം അവരുകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ എക്കാലവും ആദരിക്കുവാൻ MGOCSM തയ്യാറായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ന് നമുക്ക് ആദരം നൽകാനായി, നമ്മുടെ ആദരം സ്വീകരിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് കോട്ടയം ബെസേലിയസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജേക്കബ് കുര്യൻ ഓണാട്ട് സാറ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ജോർജ് വർഗീസ് സാർ, ഡോക്ടർ ബിനോയ് തോമസ് സാർ, മേജർ ഡോക്ടർ വിവേക് മാത്യു ഫിലിപ്പ്, ശ്രീമതി ലത അലക്സാണ്ടർ, മിസ്റ്റർ റിജോ മാത്യു ജോസഫ്, മിസ്റ്റർ മാത്യു ചെറിയാൻ, കുമാരി റിൻഡു തോമസ്, കുമാരി സ്നേഹ മേരി മാത്യു, മാസ്റ്റർ സച്ചിൻ വർഗീസ് മാത്യു എന്നിവരാണ്. ഇവരെ എല്ലാവരെയും ഹാർദമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശക്തി എന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരാണ്. ഇതിന്റെ പ്രവർത്തകരായി ഈ സ്റ്റേജിൽ ഇരിക്കുന്ന അസോസിയേറ്റ് സെക്രട്ടറി ശ്രീ വിൽസൺ സാറ്, സ്റ്റുഡൻസ് വൈസ് പ്രസിഡന്റ് കുമാരി ചിഞ്ചു സാറ സിക്കറിയ, സ്റ്റുഡൻസ് സെക്രട്ടറി ജോർജ് ജോസഫ് കരികയിൽ, കുമാരി നിസി അന്ന മാത്യു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇവരെ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MGOCSന്റെ ഏറ്റവും വലിയ പ്രത്യേകത MGOCSന്റെ ആനുവൽ കോൺഫറൻസ് ആണ്. 105ാമത് ആനുവൽ കോൺഫറൻസിന് കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബഹുമാനായ കറികയിൽ ജോസഫ് കോർപ്പിസ്കോപ്പ അച്ഛനാണ്. വന്യവൈദികനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 105 വർഷക്കാലം MGOCSനെ നെഞ്ചോട് ചേർത്ത് ചോരയും നീരും നൽകി വളർത്തിക്കൊണ്ടുവന്ന ബഹുമാന്യരായ ഒരുപാട് പ്രവർത്തകർ MGOCSനുണ്ട്. ഈ സദസ്സിനെ ധന്യമാക്കുന്ന എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. MGOCSന്റെ സജീവ സാന്നിധ്യം എന്നത് ഇടവക തലങ്ങളിലും സ്ഥാപനങ്ങളിലുമായിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ എർമ്പാശന്മാര്, എപ്പിസ്കോപ്പമാര്, വൈദികര്, കന്യാസ്ത്രീകള്, വിവിധ സ്ഥാപനങ്ങളുടെ മേധാവികള്, അധ്യാപകര്, അനധ്യാപകര്, മാതാപിതാക്കള്, ഇവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഓരോ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ലോകത്തിനു മുമ്പിൽ എത്തിക്കുന്നത് ലോകത്തിന്റെ മൂന്നാം കണ്ണായ മാധ്യമങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ദൗത്യമായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഹാർദമായി സ്വാഗതം ചെയ്യും. MGOCSM എന്ന പ്രസ്ഥാനത്തിന് സജീവ സാന്നിധ്യമായിരിക്കുന്നത് ലോകത്തിന്റെ തന്നെ വിവിധ സ്ഥാനങ്ങളിലായിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളാണ്. തീർച്ചയായിട്ടും ലോകത്ത് എവിടെയായിരുന്നാലും കാലിടറാതെ സഭയോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള ഒരു തലമുറയാക്കി ഇവരെ കൊണ്ടുപോകാൻ MGOCSന്റെ മാസ്മര ശക്തിക്ക് കഴിവുണ്ട് എന്നതാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ MGOCS ഇതുവരെ നയിക്കുവാൻ കരുണ കാണിച്ച ദൈവം തമ്പുരാൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ഈ പ്രസ്ഥാനം മേൽക്കുമേൽ മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ടും എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. MGOCSന്റെ അസോസിയേറ്റ് സെക്രട്ടറിയായ ശ്രീമതി സിമി റോയി ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആരാധന, പഠനം, സേവനം എന്നീ MGOCSന്റെ അടിസ്ഥാന തത്വങ്ങളെ എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാം എന്നതിന് ഉത്തമമായ മാതൃകയാണ് MGOCSന്റെ ബിഷപ്പ് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന അഭിവന്യ ഡോക്ടർ സഖറിയ മാർ തെയോഫിലോസ് തിരുമേനി. ആരാധനാ പഠനത്തിൽ ഡോക്ടറേറ്റ് നേടിയ അഭിവന്യ തിരുമസ് സേവനത്തിലും ഒരു ഡോക്ടറിനെ പോലെ തന്നെയാണ്. MGOCSന്റെ പൂർണ്ണ പ്രവർത്തകനായി പ്രവർത്തിച്ച അഭിവന്യ തിരുമേനി MGOCSന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കെ കെയ്റോ പ്രോജക്ട്, സെന്റിനറി പ്രോജക്ട്, ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ, ടോട്ടൽ എഡ്യൂക്കേഷൻ പ്രോജക്ട് എന്നിങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ ഒരു പുതിയ ദിശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. As His Grace used to say, the color and the smell of His blood is that of MGOCSM. He is another proud product of the student movement.
I welcome His Grace Dr. Zachariah Mar Theophilos, the Bishop Vice President of MGOCism, for his presidential address. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ബാബാ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സാന്നിധ്യം കൊണ്ട് ഈ സ്റ്റേജിനെ അലങ്കരിക്കുന്ന വിശിഷ്ടാതിഥികളെ, അധ്യാപക, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സാന്നിധ്യം കൊണ്ട് ഈ ഹോൾ നിറഞ്ഞിരിക്കുന്ന എപ്പെട്ടവരുമേ, എല്ലാവർക്കും സ്നേഹത്തിൻ്റേതായ ആശംസകൾ. ഇത് ബോംബെ ഭദ്രാസനാധിപനും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റുമായ അഭിമന്യ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി വഹിക്കേണ്ടതായ ഒരു സീറ്റിലാണ് തൽക്കാലത്തേക്ക് ഞാൻ ഇരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും ഭദ്രാസനത്തിലെ ചില ഫാമിലി കോൺഫറൻസുകളും പൂനെയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് തിരുമേനിക്ക് വന്നു ചേരാൻ സാധിക്കില്ല. തിരുമേനിയുടെ ആശംസകളൂടെ അറിയിക്കണമെന്ന് പറഞ്ഞു ആദ്യമേ ആശംസ അറിയിക്കുകയാണ്. പൂജയുടെ അവധിയായതുകൊണ്ടാണ് ഈ നവംബർ 2 ഇങ്ങനൊരു പ്രയാസം വന്നിരിക്കുന്നത്. പരിശുദ്ധ ബാബാ തിരുമേനി അത് ഓർപ്പിക്കുകയുണ്ടായി. ഏതായാലും തിരുമേനിയുടെ അസാന്നിധ്യത്തിൽ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഒരു ക്യാൻസർ രോഗിയാണ്. ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഡോക്ടേഴ്സ് വിധി എഴുതി പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്ന ക്യാൻസർ, ഉഴപ്പനാണ്, ക്യാൻസറിൻ്റെ വീട്ടിലെ ഉഴപ്പനിലൊന്നാണ് പ്രോസ്റ്റേറ്റ്. അതിൻ്റെ 4ാമത്തെ സ്റ്റേജിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ളതായൊരു സത്യമോ കിംവദന്തിയോ പരന്നു. അവർ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റായിട്ടൊന്നും ചെയ്തില്ല. പാലിയേറ്റീവായിട്ട് റേഡിയേഷൻ തന്നു. 1 മാസം കീമോയുടെ ഒരു ഗുളിക കഴിച്ചു. 3 മാസത്തിലൊരിക്കൽ ലുപ്രോൺ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ, ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു. ഇവിടുന്ന് പരിശുദ്ധ ബാബാ തിരുമേനിയുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെയും ബോംബെ ടാറ്റ ഹോസ്പിറ്റലിൽ പോയി. അവർ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത് വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, അവിടെ നിൽക്കട്ടെ, വേറൊരു ക്യാൻസറുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം എന്ന് പറഞ്ഞു. അത് L3 എന്ന് പറയുന്ന സ്ഥാനത്ത് ഒരു പൊട്ടലുണ്ടായി അവിടെ വന്നിരിക്കുന്നൊരു ക്യാൻസറാണ്. അത് റേഡിയേഷൻ കൊണ്ട് രോഗം മാറ്റാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഏതാണ്ട് 4ാം സ്റ്റേജിൽ എത്തിയെന്ന് അമേരിക്കക്കാർ പറഞ്ഞതായി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുവാനായിട്ട്. അമേരിക്കയിൽ വെച്ച് അത് പരിശോധിച്ചപ്പോൾ PSA എന്ന് പറയുന്ന 10.8 ആയിരുന്നു. ഇപ്പം നോക്കിയാൽ എൻ്റെ PSA 0.184. അതായത് 10.8 ആയിരുന്നതായ PSA 100ൽ 1 കുറയ്ക്കുവാൻ 0.184 കുറയ്ക്കുവാൻ സാധിച്ചത് ഈ സഭയുടെ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ സഹോദര മെത്രാപ്പോലീത്തന്മാരുടെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ജനുവരി ഫെബ്രുവരിയിൽ റേഡിയേഷൻ വേണ്ടതാണ്. ഒരുപക്ഷെ റേഡിയേഷൻ പോലും ഇല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കാം. ദൈവത്തിൻ്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കുന്നില്ല. ഏതായാലും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമൂഹത്തോടുള്ളതായ സ്നേഹവും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാമിനോട് ഒരു യുവാവ് ഒരു ചോദ്യം ചോദിച്ചു. ഹേ സാർ, ആർ യു ഹാൻസം? അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടാൽ, മുടിയെല്ലാം കണ്ടാൽ നമ്മൾ ഷാരൂഖ് ഖാൻ കഴിഞ്ഞാൽ പിന്നുള്ള മാർക്ക് കൊടുക്കുന്ന പുള്ളിക്കായിരിക്കും. അപ്പം കളിയാക്കി ചോദിച്ചതല്ല, പക്ഷേ ഏതാണ്ട് വെച്ചുകൊണ്ടാണ് ചോദിച്ചു, സാർ ആർ യു ഹാൻസം? അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാണ്, ഐ ആം നോട്ട് ഹാൻസം ബട്ട്
I can give my hand to some who are in need. ആവശ്യത്തിലിരിക്കുന്നവൻ എൻ്റെ കൈ കൊടുക്കുക, അതാണ് എൻ്റെ സൗന്ദര്യം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും സൗന്ദര്യം അതായിരിക്കട്ടെ. I am not handsome, but I can give my hand to some who are in need. നിങ്ങളുടെ സഹപാഠികളുടെ, നിങ്ങളുടെ അയൽക്കാരുടെ വേദന ഒപ്പിയെടുക്കുവാൻ നിങ്ങളുടെ കരങ്ങൾ നീങ്ങുന്നുവെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹകരമായി തീരും. അങ്ങനെ നിങ്ങളുടെ കരങ്ങൾ പരിശുദ്ധമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ കരങ്ങൾ ഈ സഭയെ താങ്ങുവാനായി, ഈ സഭയ്ക്ക് ആവശ്യമായ സ്നേഹവും വാത്സല്യവും അതിനുപരിയായി ഈ സഭ എൻ്റെ സഭയാണെന്നുള്ള ചിന്തയിലൂടെയുള്ളതായ പ്രവർത്തനവും ആവശ്യമാണ്. കലാലയങ്ങളിലൂടെ പോകുമ്പോൾ സഭയെ മറക്കാം, ദൈവത്തെ മറക്കാം. വിദ്യാർത്ഥികളോട് എന്നും പരിമലത്തിരുവേനി ഇടവുകൾ സന്ദർശിക്കുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ട്: ദൈവഭയമില്ലാത്തവരുമായി കൂട്ടുകൂടരുത്. ദൈവഭയമില്ലാത്തവരുമായി കൂട്ടുകൂടിയാൽ നിങ്ങളും ദൈവഭയമില്ലാത്തവരായിത്തീരും. ദൈവഭയമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുവാനായി പരിശുദ്ധ തിരുമേനി തുടങ്ങിയതായ പ്രവർത്തനം ശക്തീകരിക്കുവാൻ നിങ്ങളുടെ ഒരു കരം ഈ സഭയ്ക്ക് വേണ്ടി കൊടുക്കണമേ. ഇതിനെ ശക്തിപ്പെടുത്തണമേ. കഴിയുമെങ്കിൽ ഈ സൈഡിലിരിക്കുന്ന വിദ്യാർത്ഥിനികളോട് നിങ്ങളെന്ന് ഈ സഭയുടെ സ്വത്തായിരിക്കണം, സമ്പത്തായിരിക്കണം. കലാലയങ്ങളിലൂടെ പോകുമ്പോൾ മറ്റ് ജാതിക്കാർ നിങ്ങളെ ചൂണ്ടയിട്ട് വീശുവാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ ആപത്തിലേക്ക് ചാടി സഭയെ മറന്ന്, വിശ്വാസം മറന്ന്, സഭയ്ക്കെതിരായി തീരാതിരിക്കുവാൻ ഈ ഖബറിങ്കൽ വെച്ചൊരു പ്രതിജ്ഞ കൂടി എടുത്തിട്ട് പോകണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. പരിശുദ്ധ പൗലോസ്ലിയ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ 8-ാം അധ്യായം 37-ാം വാക്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു: നിങ്ങളെ സ്നേഹിച്ചവൻ ക്രിസ്തുവാണ്. സ്നേഹിക്കുന്നവന്റെ പിന്നാലെ പോകുമ്പോൾ സ്നേഹിച്ചവനെ മറന്നു പോകേണ്ടതായ ഗതികേടുണ്ടാകും. സ്നേഹിച്ച ക്രിസ്തുവിനെ, സ്നേഹിച്ച സഭയെ, സ്നേഹിച്ച മാതാപിതാക്കളെ മറക്കാതെ നിങ്ങളുടെ കൈകൊണ്ട് ഈ സഭയെ താങ്ങുവാനായി, മറുകൈ കൊണ്ട് സാധുക്കളെ താങ്ങുവാനായി ഇടയാകുന്ന നല്ലൊരു അവസരം, നല്ലൊരു അനുഭവം, നല്ലൊരു ജീവിത ശൈലി, നല്ലൊരു ജീവിത വിശുദ്ധി സ്വായത്തമാക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ദയമായ കർത്താവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അഭിമന്യ തിരുമേനിയുടെ വിലയേറിയ വാക്കുകൾക്ക് നന്ദിയുടെ പൂച്ചെണ്ടുകൾ അദ്ദേഹത്തിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. MGOCSM ഹയർ സെക്കൻഡറി കലാമേളയിൽ സംഗീത മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ പുത്തൻകാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി പ്രിയപ്പെട്ട ഷിബിൻ ഈശോയെ ഒരു ഗാനം ആലപിക്കുന്നതിനായി സന്തോഷപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.